നമസ്തേ, ഞാൻ സ്വപ്ന കെ സുധാകരൻ. ഞാൻ എഴുതിയ കഥാസമാഹാരമാണ് ആലാപനം. ആഷാഢം ആകാശത്തിൽ ശ്യാമമേഘങ്ങൾ കൊണ്ട് കളമെഴുതുകയാണ്. ഇലകളിൽ തട്ടിത്തട്ടി കാറ്റ് ഏതോ രാഗത്തിൽ മൂളിക്കൊണ്ടേയിരുന്നു. മുറിയിലെ ജനൽക്കാടികൾ താളത്തിലടിച്ച് രസിക്കുന്നു. മനസ്സിലിപ്പോൾ മയിലുകൾ പീലി നീർത്തിയാടുകയാണ്. വായിക്കാനാണോ? ബുക്ക് എൻ്റെ തന്നെ. ഇത് ഈ കഥാസമാഹാരം എഴുതാൻ എത്ര നാളെടുത്തത്? ഏകദേശം 10 വർഷത്തെ കഥകൾ ചേർത്താണ് ഈ സമാഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. 10 വർഷത്തെയാണല്ലേ? അതെ. ഓക്കെ, അത് ശരി. അതൊരു വല്ലാത്തൊരു കാലഘട്ടമാണ്. എത്ര കഥ ഇതിനകത്തുണ്ട്? ഇതിനകത്ത് 34 കഥകളുണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും സംസാരിച്ചോ? കുറച്ച് വെറുതെ ഇരിക്കുന്നതിന് മലയാളം എഴുത്തുകാരൻ കേന്ദ്ര സാഹിത്യ അക്കാദമി എന്ന പുസ്തകത്തിന്റെ സൃഷ്ടികർത്താവും അനുപമ എഴുത്തുകാരിയുമായ ശ്രീമതി സ്വപ്ന കെ സുധാകരനെ ഏറെ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. കൊച്ചുമക്കളടക്കം ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. ഓരോരുത്തരായിട്ട് പേരെടുത്ത് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നതിൽ സമയം കളയുന്നതിനോട് എനിക്ക് ഒരിക്കലും വിശ്വാസമില്ല. ഒരു വേദിയിലും ഞാൻ അത്തരം സമയം കളയാറില്ല. കാരണം നല്ലപോലെ എല്ലാവരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞു. എങ്കിലും ഒരു യുവ എഴുത്തുകാരൻ ഇവിടെ വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ഹൃദയപൂർവ്വം എന്നോടൊപ്പം ചേർത്ത് നിർത്തും. ബഹുമാന്യനായ രഘുവണ്ടൂർ ഒക്കെയുള്ള വേദിയിലാണ് ഞാൻ കോവിൽ എഴുത്ത് ഭാഷയിൽ സംസാരിക്കും. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല. എങ്കിലും ഞാൻ വായിച്ചു കൂട്ടിയിട്ടുള്ള മലയാള പുസ്തകങ്ങൾ എണ്ണം ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. സുഖം പുസ്തകം തുറക്കുന്നത് തന്നെ മലയാളം. ഞാൻ സ്വപ്നയും കൂടെ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു, നമുക്കൊരു റേഡിയോ തുടങ്ങിയാലോ. ഞങ്ങളുടെ ഫ്ലാറ്റിൽ 512 പേർ ഫാമിലി താമസിക്കുന്ന ഫ്ലാറ്റിൽ ഞങ്ങൾ ഈ 2 പേരും കൂടെ ഇരുന്ന് ചിന്തിച്ചു, നമുക്കൊരു റേഡിയോ തുടങ്ങിയാലോ. യെസ്, സ്റ്റാർട്ട് ചെയ്യാം. അന്ന് തന്നെ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ റേഡിയോ സ്റ്റാർട്ട് ചെയ്തു. ലോകത്ത് തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്ന വ്യക്തിയാണ് സ്വപ്ന. സ്കൂൾ മാഗസിന്റെ എഡിറ്ററായും ആർട്സ് ക്ലബ്സ് ശ്രീരാമൻ തന്റെ ആദ്യ കൃതി 2021 കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഓൺലൈനായി നടന്ന ചടങ്ങിൽ പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മയാണ് രാമയാനം പ്രകാശനം ചെയ്തത്. ഇന്ന് സ്വപ്ന തന്റെ 2ാമത്തെ പുസ്തകമായ ആലാപനവുമായി വായനക്കാർ എടുത്തിട്ട് ഒന്ന് കേട്ടോ.
ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട ജയശ്രീ കൃഷ്ണ മേഡം പുസ്തകം പരിചയപ്പെടുത്താൻ പോകുന്ന മീന മേഡം, ഈ ചടങ്ങിലെ സ്വപ്ന സുധാകരന്റെ ആലാപനം എന്ന കഥാസമാഹാരം നിറഞ്ഞ സ്നേഹത്തോടെ പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഞാൻ പല പരിപാടികളും പങ്കെടുത്തിട്ടുണ്ട്. പുസ്തക പ്രകാശനം അല്ലെങ്കിൽ മറ്റ് മാധ്യമ സംവാദം, അവാർഡ് വിതരണം. എൻ്റെ പ്രസ് ക്ലബിലെ പരിപാടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഹൗസ്ഫുള്ളായിട്ട് ആളുകൾ സന്തോഷപൂർണ്ണമായ ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഒരു സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തക പ്രകാശനം അത്രയൊന്നും ആളുകൾ വരാറില്ല. തിരുവനന്തപുരത്തിൻ്റെ പ്രശ്നമല്ല, പൊതുവെ ഈ നഗരത്തിൻ്റെ തിരക്കും മറ്റ് ഉള്ളിലേക്ക് ഉൾവെയ്യുന്ന പലതരത്തിലുള്ള ജീവിത സംഘർഷങ്ങളും കൊണ്ട് ആളുകൾ വരാത്ത ഒരു സമയത്ത് ഇത്രയും ഭയങ്കരമായിട്ട് മഴ പെയ്ത ഒരു നേരത്ത് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ അത്രമാത്രം ഇവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് ഞാൻ നിങ്ങളെ വളരെ ഹൃദയം തൊട്ട് അഭിനന്ദിക്കുന്നു. ആലാപനം എന്ന കഥാസമാഹാരം ഞാൻ കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്ന് ഇന്ന് രാവിലെ ട്രെയിനിൽ വരുമ്പോൾ തിരുവനന്തപുരം വരെ എത്തുന്ന ഏകദേശം ഞാനൊരു 1.5 മണിക്കൂറിനുള്ളിൽ പുസ്തകം വായിച്ചു നിർത്തി. ആകെ 102 പേജുകളേ ഉള്ളൂ. ചെറിയ കഥകളാണ്. ഇത് വളരെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ എനിക്ക് ചെറുകാടിൻ്റെ കൃതികളിൽ പറയുന്ന പോലെ എന്നെ മുരിഞ്ഞാൻ ചോട്ടിൻ്റെ കീഴിൽ നിന്ന് ലോകത്തെ കാണുന്നത് പോലെ സ്വപ്ന തൻ്റേതായിട്ടുള്ള ജീവിതത്തെ തൻ്റേതായ രീതിയിൽ വളരെ സത്യസന്ധമായി ആവിഷ്കരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒറ്റയിരുപ്പിന് വായിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ഒരു പുസ്തകം ഒറ്റയിരുപ്പിന് വായിക്കാൻ പ്രേരിപ്പിക്കുന്നു, ഒറ്റയിരുപ്പിന് വായിക്കാൻ തോന്നുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഓരോ ഇൻസ്റ്റാഗ്രാമിലെ റീലുകൾ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു പുസ്തകം ഒറ്റയിരുപ്പിന് വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിന് എന്നെ സന്നദ്ധരാക്കിയത് സ്വപ്ന സുധാകരനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. മലയാളത്തിലെ പ്രിയപ്പെട്ട കവിയും നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായിട്ടുള്ള ടി പി രാജീവന്റെ ജന്മദിനമാണിന്ന്. അകാലത്തിൽ പിരിഞ്ഞുപോയ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ, KTN കോട്ടൂർ എഴുത്തും ജീവിതവും തുടങ്ങിയ എന്നീ 2 ഗംഭീരങ്ങളായ നോവലുകളും രാഷ്ട്രാന്തം തുടങ്ങിയ ഗംഭീരമായ കവിതകളും എഴുതിയിട്ടുള്ള രാജീവേട്ടൻ്റെ ജന്മദിനമാണിത്. രാജീവേട്ടൻ എഴുതിയിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. ആ ഓർമ്മ ഞാൻ പറയാം. അത് രാജീവേട്ടൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാജീവേട്ടൻ്റെ വീട്ടിന് മുമ്പിൽ രാജീവേട്ടന് സ്വന്തമായിട്ട് നെൽപ്പാടമുണ്ട്. ആ നെൽപ്പാടത്ത് ഈ നെല്ല് കൃഷി അവസാനം മൂത്ത് കതിര് വിളയാനായ സമയത്ത് രാജീവേട്ടൻ കണ്ടു ഈ വഴിയിലൂടെ ഈ നെൽവയലിൻ്റെ വഴിയിലൂടെ പുൽച്ചെടികളും മറ്റ് കളകളൊക്കെ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന രാജീവേട്ടൻ കണ്ടു. രാജീവേട്ടൻ എന്താക്കിയെന്ന് വെച്ചാൽ ഒരു പുല്ല് വെട്ടുന്ന യന്ത്രവും പുല്ല് വെട്ടുന്ന യന്ത്രക്കാരന് വരാൻ പറഞ്ഞു. ഈ പുല്ല് വെട്ടാൻ തുടങ്ങി. ആ പുല്ല് വെട്ടുമ്പോൾ ഭയങ്കരമായി ശബ്ദം കേൾക്കുമ്പോൾ നള്ളി എന്ന് പറയുന്ന രാജീവേട്ടന്റെ ഇളയമ്മ ഓടി വന്നു നിർത്തണാതെ പറഞ്ഞു. അപ്പൊ രാജീവേട്ടനും യന്ത്രം വെട്ടുകാരനും എന്താ ഇളയമ്മ എന്ന് ചോദിച്ച സമയത്ത് യന്ത്രം വെട്ടല്ലേ, അതിന്റെ ഒച്ച കേട്ടാൽ നെല്ലിന് വിഷമമാവും എന്ന് നള്ളി ഇളയമ്മ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആ ഓർമ്മക്കുറിപ്പ് രാജീവേട്ടൻ അവസാനിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത്, ഞാൻ പീറ്റർ ബ്രോഡ്ജിന്റെ ഒരു വൃക്ഷത്തിന്റെ ദുഃഖം എന്ന പുസ്തകം വായിച്ചിട്ടുണ്ട്. അങ്ങനെ വൃക്ഷവുമായി ബന്ധപ്പെട്ട പല വലിയ കൃതികൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഇളയമ്മ 1960 8ാം ക്ലാസ്സിൽ പഠനം നിർത്തിയാണ്. ഞാൻ എത്ര വായിച്ചിട്ടും എത്ര പഠിച്ചിട്ടും എന്താണ് കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. അതേപോലെ ആലാപനം എന്ന ഈ കഥാസമാഹാരത്തിൽ അധികമായ ഭൗതിക വ്യായാമങ്ങളൊന്നുമില്ലാതെ തൻ്റെതായ രീതിയിൽ താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളെ, താൻ അനുഭവിക്കുന്ന സങ്കടങ്ങളെ, അല്ലെങ്കിൽ തൻ്റെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന സംഘർഷങ്ങളെ വളരെ ആത്മാർത്ഥമായി ആഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ടി പി രാജീവന്റെ ഓർമ്മയെ ഞാൻ ഈ കഥകളുമായിട്ട് കൂട്ടുവായിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എഴുത്തെന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അത് പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ഒരു ബ്രസീലിയൻ എഴുത്തുകാരൻ റോബർട്ടോ കൊളവാരയുടെ ഒരു കഥയുണ്ട്, ഏകാഗിയായ വൃദ്ധൻ എന്നുള്ള കഥയുടെ പേര്. എന്തിനാണ് നമ്മൾ പുസ്തകം വായിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ ആ കഥ എപ്പോഴും പറയുന്നത്. ആ കഥ ഇങ്ങനെയാണ്. ഒരു നഗരത്തിൽ ഒരു വൃദ്ധൻ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വൃദ്ധൻ മരിക്കാറായി
രത്നമോ ഡയമണ്ടോ ഒന്നുമില്ല. ആ പെട്ടിയിലുള്ളത് കുറെ കത്തുകളാണ്. ആ കത്തുകൾ എന്ന് വെച്ചാൽ ഈ വൃദ്ധന്റെ പല കാലങ്ങളിൽ കൗമാരത്തിലും യൗവനത്തിലും ജസ്റ്റായി വന്നായിരുന്നല്ലേ. കാനേശുമാരി കണക്ക് ഞാൻ വല്ലാത്തൊരു സന്തോഷത്തിൽ തന്നെ, കാരണം ഈ പുസ്തകത്തിനെ കുറിച്ച് കഥകളുടെ PDF എനിക്ക് അയച്ചു തന്നിരുന്നതാണ് ആദ്യമായിട്ട് പറയാം. അപ്പോൾ ഈ പുസ്തകത്തില് ആലാപനം ഈ പുസ്തകത്തിൽ ആലാപനം എന്ന കഥയുണ്ട്. ഇങ്ങനെ വിരിഞ്ഞു വരുമ്പോഴും എല്ലായിടങ്ങളിലും രാഗത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ പുസ്തകം തുടങ്ങുന്നത് ഇങ്ങനെ: ആഷാഢം ആകാശത്തിൽ ശ്യാമമേഘങ്ങൾ കൊണ്ട് കളമെഴുതുകയാണ്. ഇലകളിൽ തട്ടി കാറ്റ് ഏതോ രാഗത്തിൽ മൂളിക്കൊണ്ടിരിക്കുന്നു. മുറിയിലെ ജനൽപ്പാടികൾ താളത്തിലടിച്ചുല്ലസിക്കുന്നു. മനസ്സിലിപ്പോ മയിലുകൾ പീലി നിവർത്തിയാകുന്നു. വാക്കുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെക്കുന്നത് പോലും ഒരു സംഗീതമാണ്. ഇതിലെ ഓരോ വരികളിലും വല്ലാത്ത സംഗീതം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ആഷാഢമാസത്തിൽ ശരിക്കും ആകാശം വളരെ ഭംഗിയായിരിക്കേണ്ട സമയമാണ്. സമയത്ത് സത്യം പറഞ്ഞാൽ ആദ്യം എനിക്കൊരു അങ്കലാപ്പായിരുന്നു. കാരണം നിരന്തരം കുട്ടികളെ എല്ലാ ദിവസവും അഭിമുഖീകരിക്കുന്നതാണ്. പക്ഷേ ഒരു മൈക്കിൻ്റെ ഒക്കെ മുമ്പിൽ നിന്ന് കുറച്ചു കാലമായി സംസാരിച്ചിട്ട്, ഗവേഷകയായിരുന്ന കാലഘട്ടത്തിലൊക്കെ ഇടയ്ക്കിടെ സംസാരിക്കണമായിരുന്നു നിർബന്ധപൂർവ്വം. അത് ഞങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ ഈ മൈക്കെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, സ്വപ്നയുടെ രണ്ടാമത്തെ പുസ്തകമാണ് ആലാപനം എന്ന് നമുക്ക് എല്ലാവർക്കും ശ്രുതിഭേദ ഭംഗിയുള്ള ആലാപനം എന്ന കഥയിൽ നിന്നാണ്. നമ്മുടെ പുസ്തകത്തിന്റെ പേരും ആലാപനം എന്ന് തന്നെയാണ്. ആലാപനം എന്ന കഥ നേരത്തെ ശ്രീ രഘു കെ വണ്ണൂർ സാർ പറഞ്ഞതുപോലെ, ഒരു പെൺകുട്ടി, ജാനകി എന്ന് പറയുന്ന പെൺകുട്ടിയെ, അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അവൾ ആബ്സെന്റ് മൈൻഡഡ് ആണ്, മിസ്റ്റീരിയസ് ബിഹേവിയറിനുടമയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭർത്താവ് അവളെ ഡോക്ടറുടെ മുമ്പിൽ എത്തിക്കുക. പക്ഷെ അവൾ ഭയങ്കരമായിട്ട് സംഗീതത്തെ സ്നേഹിക്കുന്നവളാണ്. ഞാൻ ഈ കഥ വായിച്ച സമയത്ത് സ്വപ്നയെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചത്, തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരി മാത്രമല്ല, സംഗീതത്തെ കുറിച്ച് അത്യാവശ്യം നല്ല ജ്ഞാനമുള്ള ഒരാളാണ്, നല്ല കാര്യമായിട്ടുള്ള തന്നെ ജ്ഞാനമുള്ള ആളാണ്. അത് ഞാൻ സ്വപ്നയുടെ സ്റ്റാറ്റസുകളൊക്കെ കാണാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്വപ്ന ഇങ്ങനെ കുറച്ചു നേരം ഞങ്ങളുടെ പാട്ട് സമയം അപ്പൊ ഇതിനകത്ത് ശിവരഞ്ജനി രാഗത്തിലെ പാട്ടുകളാണ് കുറെ ഉണ്ട് കേട്ടോ. ഈ ആൽബം തുളസി യുദ്ധം എന്നുള്ള ആൽബത്തിലുള്ള അഷ്ടവിരോഹിണി നാളിൽ മനസ്സൊരു ചിത്രം പാടിയതാണ്. അതുപോലെ ആകാശദീപങ്ങൾ സാക്ഷി ഏത് സിനിമയാണെന്ന് പറയാമോ? രാവണപ്രഭു എന്ന സിനിമയിലെ ഇടയ്ക്ക് കുട്ടികളാണെന്ന് രാവണപ്രഭു എന്ന സിനിമയിലെ പാട്ടാണ്. അതുപോലെ ദൈവത്തിന്റെ വികൃതികൾ ചോദ്യം ഇരുളിൻ മഹാനിദ്രയിൽ ആ പാട്ടില്ലേ അത്. അതുപോലെ ഏഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം, ഒരു പിക്ചറൈസേഷൻ കൊണ്ട് മാത്രം നശിച്ചു ഒരു പാട്ട് അല്ലേ. തമ്മിൽ തമ്മിൽ കറുത്ത തോണിക്കാരാ, പഴയ പാട്ടുകളാ. അവൾ ഒരു ഭവനത്തിൽ ജോലിക്ക് പോകുന്നു എന്ന് പറയും.
പക്ഷെ അവിടെ ചെല്ലും ചന്തയിലെത്തുമ്പം കുറച്ച് ഡോക്ടറുണ്ടായിരുന്ന ആശങ്ക കാരണമാണ് റാങ്കോട് കൂടി ബിരുദം സമ്പാദിക്കാമായിരുന്ന ഈ ലളിത എന്ന് പറയുന്ന സ്ത്രീ അവരുടെ പഠിത്തം ഉപേക്ഷിക്കുന്നത്. ഈ മകളെ വളർത്തി വലുതാക്കുന്നു, അവരെ ജോലിക്കാരിയാക്കുന്നു, എഞ്ചിനീയറോ ഒക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്രൗണി വിത്ത് ഐസ്ക്രീം എന്ന് പറയുന്ന കഥ അവസാനം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ശ്രീ PV ഷാജികുമാർ, ശ്രീ രഘു കെ മുണ്ടു, ശ്രീമതി ജയലക്ഷ്മി കൃഷ്ണൻ, ശ്രീമതി ബീന പി ചന്ദ്രൻ, നമ്മുടെ അവതാരക ശ്രീമതി സിന്ധു കൃഷ്ണ, ഇവിടെ സന്നിധരായ എല്ലാ പ്രിയപ്പെട്ടവരും, എൻ്റെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, ഇതുവരെ എന്നെ കണ്ടിട്ടില്ല എങ്കിലും ഈ ഒരു കാര്യത്തിൽ ചേർന്ന് നിൽക്കാൻ തോന്നി വന്ന എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സത്യം പറഞ്ഞാൽ പോയിന്റ് ബ്ലാങ്ക് ആണ്. എങ്ങനെ സംസാരിച്ച് എങ്ങനെ തീരുന്നറിയില്ല, എന്നാലും സംസാരിച്ചു പോകണം. നാളെ ഒരു കാലത്ത് ഒരു ആത്മകഥ എഴുതുകയാണെങ്കിൽ വളരെ ശക്തമായ വരിയാണ്. പക്ഷെ ഇത് മനസ്സിലാവണമെങ്കിൽ ഇതിന് പുറകിലുള്ള കഥ അറിഞ്ഞിരിക്കണം. അപ്പോഴേ ആ കവിതയുടെ വീര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ടായിരിക്കും കഥ എന്ന് പറയുന്ന ആ മേഖല ഇത്രയും അധികം മലയാളം പഠിപ്പിക്കാൻ ശ്രമിച്ചു? അല്ലാതെ ഇംഗ്ലീഷിൽ തന്നെ അങ്ങനെ മഹത്തായ ഈ പുസ്തക പ്രകാശന കർമ്മം ഗിഫ്റ്റ് സമ്മാനിച്ചിട്ട് ശ്രീമതി ജി കൃഷ്ണൻ പറഞ്ഞത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു ചായ സൽക്കാരം ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കണം. പുസ്തകം ഒരു കോപ്പിയെങ്കിലും വാങ്ങാനും പരമാവധി എല്ലാവരും ശ്രമിക്കണം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.